ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വേൾഡിലെ മോസ്റ്റ് ലക്ഷറിയസ് സിറ്റി ടൂറാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിനസർ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു സിറ്റി ടൂർ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തണം എന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് സൂറിച്ചിലൊരു ലക്ഷൂറിയസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്, ബഹനോസ് സ്ട്രാസ എന്ന് പറഞ്ഞിട്ട്. അത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ലക്ഷൂറിയസ് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. നമ്മളത് കാണാൻ പോകും. അവിടെ ഒരു വാക്കിന് ശേഷം നമ്മൾ സൂറിച്ച് മെയിൻ സെൻട്രൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് സിറ്റിയുടെ ഒരു ടോപ്പ് വ്യൂ ഉള്ള ഒരു മൗണ്ടൻ ടോപ്പൊക്കെ ഒരു ട്രെയിൻ ഉണ്ട്, അതെടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വാൻ വലിയ വാനായതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ നമ്മൾ നടക്കുന്നത് വാക്കിംഗ് ട്രാക്കാണ്. പിന്നെ ഇവിടെ വേറെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ഇത് കണ്ട, ഇത് വാക്കിംഗ് ട്രാക്കാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സൈക്കിൾ ട്രാക്ക്, സൈക്കിളിൻ്റെ സിമ്പിൾ ഉണ്ടായിമ. പിന്നെ ഇതിന് ബസ്, ടാക്സി, അത് പിന്നെ നമ്മൾ ദുബായിലൊക്കെ ഉള്ള മാതിരി തന്നെ അപ്പുറത്ത് പ്രൈവറ്റ് കാർസ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ സിഗ്നൽ കത്തുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആളുകളെ കണ്ടാൽ നമ്മൾ നിർത്തി കൊടുക്കണം. അത് ഇവിടുത്തെ ഒരു റൂളാണ്. അത് എത്ര വലിയ വണ്ടിയാണെങ്കിലും എത്ര സ്പീഡിൽ പോവുകയാണെങ്കിലും സീബ്ര ക്രോസ് എത്തുമ്പോൾ എല്ലാവരും സ്ലോ ആക്കുന്നുണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സിറ്റി, നല്ല ബ്യൂട്ടിഫുൾ സിറ്റി. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിനസർ. അങ്ങനെ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള സൂറിക് സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഏകദേശം 4.5 ലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂറിക് സിറ്റിയിൽ. ഈ കാണുന്നത് സൂറിക് ലേക്കാണ്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ നല്ല സ്വിം ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ വാൻ എടുത്തിട്ടില്ല. നമ്മൾ സിറ്റി ടൂർ നടത്തുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ്. കാരണം സൂറിക്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. ഇവിടെ വരുന്നതിൽ ഏകദേശം 70% ആൾക്കാരും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മെട്രോ ഇല്ല ഈ ഒരു സൂറിക് സിറ്റിയിൽ. പക്ഷേ ട്രാം, ബസ്, ബോട്ട്, കേബിൾ കാർ, ട്രെയിന്, ബാക്കി എല്ലാ സകല ജാതി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ സിറ്റി ടൂർ ചൂസ് ചെയ്യാനൊരു മെയിൻ കാരണമുണ്ട്. ഇവിടെ സൂറിക് ക്ലാസിക് കാർ അവാർഡ് 2024 നടക്കുകയാണ്. അപ്പോൾ കാക്കു മെയിനായിട്ടൊരു വണ്ടിപ്രാന്തനാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസിക് കാർ അവാർഡ് കാണണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഈ ഒരു സിറ്റി ടൂർ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് സൂറിക് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ക്ലാസിക് കാർ എക്സിബിഷനിൽ എത്തിയിട്ടുണ്ട്. യാ മോനെ, എന്താ രസം എന്നറിയോ! വ്യത്യസ്തമായിട്ടുള്ള കാറുകൾ എന്തൊക്കെ ടൈപ്പാണ് ഈ കാണുന്നത്. ശരിക്കും ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് 2024 ഈ ഒരു ക്ലാസിക് കാർ എക്സിബിഷനാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാർ കളക്ടേഴ്സ്, അതുപോലെ ക്ലാസിക് കാർ ഉള്ള ആൾക്കാരൊക്കെ, ഓണേഴ്സൊക്കെ ഇവിടെ ഈ ഒരു കാർ എക്സിബിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ശരിക്കും 6 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഈ ഒരു എക്സിബിഷനിൽ വെച്ചിട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 6 ഡിഫറെൻറ്റ് കാറ്റഗറി കൂടാതെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ദ ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഉള്ളത് ഓഡിയൻസ് വിന്നറാണ്. ഓഡിയൻസ് വിന്നർ കാറ്റഗറി അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാറ്റഗറി, ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാറ്റഗറി, അതും ഇതിലൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഴ്സിഡസ് ബെൻസിൻ്റെ 300 XL എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 70 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഈ മെഴ്സിഡസ് ബെൻസ് 300 XL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിന് അതിൻ്റെ 70ാമത്തെ ഇയർ സെലിബ്രേഷൻ കൂടിയാണ്. അതുപോലെ മസ്രാത്തിൻ്റെ 110 ഇയേഴ്സ് സെലിബ്രേഷനുമാണ് ഈ വർഷം നടക്കുന്നത്. 110 വർഷം എന്നൊക്കെ പറഞ്ഞാൽ മസ്രാത്തിൻ്റെ അത്രയും വർഷം പഴക്കമുള്ള മോഡലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം 110 വർഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഇന്ന് ഈ ഒരു സൂറിക് ക്ലാസിക് കാറിൽ വെച്ച് നടക്കുന്നതെന്നാണ് പറയുന്നത്.
അപ്പം ഈ വർഷത്തെ ബെസ്റ്റ് ഓഫ് ദ ഷോ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത് ബെല്ലിൻ്റെ മാർക്ക് 6 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് 1951 മേക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്, ഒരു മോഡലാണെന്നാണ് പറയുന്നത്. ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു കാറ് കൊണ്ടടക്കുന്നതിന്. ഈ ക്ലാസിക് കാർ പ്രേമികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും. പിന്നെ ഈ കാണുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ 300 SL റോഡ്സ്റ്റർ ആണ്. ഒരു ഹാർഡ് ടോപ്പ് മോഡലാണ് കേട്ടോ. ഞാൻ ഈ ഒരു ക്ലാസിക് കാർ എക്സിബിഷനിൽ കുറേ ഹിസ്റ്ററിയൊക്കെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ഈ ഒരു ക്ലാസിക് കാർ എക്സിബിഷനിലെ ഒരു പുലിക്കുട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും റയർ പീസാണിത് ഈ ഒരു പിന്നെ എക്സിബിഷനിൽ. ലോകത്തിൽ തന്നെ ആകെ 5 എണ്ണമാണ് ഇവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 5 എണ്ണത്തിൽ ഒരെണ്ണം സ്വിറ്റ്സർലാൻഡിൽ ഈ സൂറിക് ക്ലാസിക് കാർ അവാർഡിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഒരു എക്സിബിഷൻ എങ്ങനെയാണ് ഞാൻ കാക്കുവിനെ ഇവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തന്നെ അവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയും ഭംഗിയായിട്ടുള്ള ഒരു എക്സിബിഷൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബൈക്സ് ആണ് കാണിക്കുന്നത്, ബൈക്സിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ സ്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇത് പുതിയ മോഡൽസാണ്. 1919 മുതൽ 49 വരെയായിരുന്നു അവർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവരത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും 2021 അവരതിൻ്റെ പുതിയ മോഡൽസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. കൂടുതൽ നേരം ഇവിടെ നിന്ന് തിരിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. ലോകത്തിലെ ലക്ഷറിയസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയിട്ടുള്ള ബഹൻഹോഫ് സ്ട്രാസയിലേക്കാണ് പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ സൂറിക് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണിത്. നമ്മളെ ലോകത്തിലുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും ഒരു 99% ബ്രാൻഡുകളും ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. ഏകദേശം 2 കിലോമീറ്ററാണ് ഈ ഒരു സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബഹൻഹോഫ് സ്ട്രാസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലക്ഷറിയസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ആരും അധികം സംസാരിക്കുന്നൊന്നുമില്ല. സംസാരിക്കുന്നതിന് നമുക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്കൊന്നും കേൾക്കുന്നില്ല. ഒട്ടുമിക്ക ബ്രാൻഡുകളും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് പേര് പോലും അറിയാത്ത അത്രമാത്രം ബ്രാൻഡിൻ്റെ ഹെഡ് ഈ ഒരു ഹെഡ് എന്ന് പറയാൻ പറ്റില്ല, ആ ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഈ കാണുന്നത് അവിടേക്ക് എന്താ പറയുക, ഈ ഒരു ടുഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിലേക്ക് അവരെ സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ ഫുൾ എന്താ പറയുക, ബ്ലാക്ക് ക്യാറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് സാധനങ്ങൾ ഇറക്കുന്നത്. അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ 1-2 സ്ഥലം നമ്മൾ കണ്ടു. ഇത് സത്യം പറഞ്ഞാൽ റോഡാണോ അതോ റെയിൽവേ ട്രാക്കാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. റോഡ് നിറച്ച് ട്രാമിൻ്റെയും അതുപോലെ ട്രെയിനിൻ്റെയും ഒക്കെ ട്രാക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രോ ഇവിടെ ഇല്ല കേട്ടോ. ഏകദേശം 70% ആൾക്കാരും ഇവിടെ ട്രാം അല്ലെങ്കിൽ ട്രെയിൻ യൂസ് ആക്കിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ഒട്ടുമിക്ക സിറ്റികളിലും ഈ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം. ഇത് നല്ല നാച്ചുറൽ മിനറൽ വാട്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബഹൻഹോഫ് സ്ട്രാസേൻ്റെ ഈ ഒരു സിറ്റീൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോരോ ബ്രാൻഡുകൾ കാണുമ്പോൾ നമുക്ക് ചില ബ്രാൻഡുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്കങ്ങനെ കണ്ടു നടക്കാനേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് അത്രയും അത്ഭുതം തോന്നുന്നുണ്ട് ഓരോ ബ്രാൻഡുകൾ കാണുമ്പോൾ. പിന്നെ നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇല്ല. ഒരു വൺ ഡെസ്റ്റിനേഷൻ ഒരു അനദർ ഡെസ്റ്റിനേഷനിക്ക് ഒരു ടിക്കറ്റിംഗ് സിസ്റ്റം അങ്ങനെയല്ല, ഹവർ ബേസ്ഡ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ 1 ഹവറിൻ്റെ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 ഹവർ വെച്ചിട്ട് നമുക്ക് ഏത് ട്രെയിനും ട്രാമും ബസ്സും ബോട്ടും എല്ലാം യൂസ് ചെയ്ത് 1 ഹവർ ട്രാവൽ ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മളിവിടുന്ന് കുറച്ച് മിനറൽ വാട്ടറൊക്കെ നിറക്കുക, അങ്ങനെ കുടിച്ചിങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഓരോരോ ബ്രാൻഡുകളാണ്. കുറേ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് സ്ട്രീറ്റിൽ. പക്ഷേ എത്ര ആളുകളുണ്ടെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്. ഇത് കണ്ടോ, ഡയമണ്ട് വിത്ത് എമറാൾഡ് നെക്ലേസാണ്. ആ കാണുന്ന മോള് വാച്ചുകളുടെ മാത്രം മോളാണെന്നാണ് പറയുന്നത്. തൽക്കാലം വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശമില്ല, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല. ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നടന്ന് ബഹൻഹോഫ് സ്ട്രാസ ഇവിടെ ഓൾമോസ്റ്റ് തീരാനായി. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. അപ്പോൾ ഇത് സൂറിച്ചിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. സൂറിച്ച് HB എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആംബിയൻസ് നോക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്നതാണ്.
ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ യൂട്ടിൽബർഗ് എന്ന് പറഞ്ഞിട്ട് ഈ സൂറിച്ചിൻ്റെ ടോപ്പിലൊരു മൗണ്ടൻ ടോപ്പിലൊരു വ്യൂ പോയിന്റിലുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് നമുക്ക് ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് 24 മിനിറ്റ്സ് എങ്ങാണ്ട് ട്രെയിനുണ്ട്. അപ്പോൾ S10 ആണ് നമ്മുടെ ട്രെയിൻ നമ്പർ. ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള സൂറിക് HB എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ടോപ്പ് ഓഫ് സൂറിക് എന്ന് പറഞ്ഞിട്ടുള്ള സൂറിക്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാനാണ്. യൂട്ടിൽബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 3000-ഓളം ട്രെയിനുകളാണ് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത്രയും ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് യൂട്ടിൽബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ട്രാക്ക് S10 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കിലാണ് നമ്മളുള്ളത്. 11:05 കേട്ടോ നമ്മൾ ട്രെയിൻ വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. തിരിച്ചിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് നമുക്ക് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സേറ്റേ ഉള്ളൂ ഇവിടുന്ന് യൂട്ടിൽബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. നല്ലൊരു ആംബിയൻസ് ട്രെയിനിനകത്ത്. സ്വിറ്റ്സർലാൻഡിൻ്റെ ആ പച്ചപ്പൊക്കെ കണ്ട് ആരും സംസാരിക്കുന്നൊന്നുമില്ല, അധികം ആളുകളുമില്ല. പിന്നെ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലത്തേക്കൂടെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ യൂട്ടിൽബർഗിൽ ഒരു ഫോറസ്റ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രെക്കിംഗ് ആണ്. നല്ല കയറ്റം കയറി പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ടോപ്പ് ഓഫ് സൂറിക്ക് കാണാനാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സൂറിക്ക് മുഴുവൻ കാണാമെന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൂറിക്ക് ഒന്ന് ടോപ്പിലും കൂടി നിന്ന് കാണണ്ടേ. സൂറിക്കിനെ ശരിക്കും നമുക്ക് ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്വിറ്റ്സർലാൻഡിലെ ഒരുവിധം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബാങ്കുകൾ അതുപോലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെയൊക്കെ ഹെഡ് വരുന്നത് ഈ ഒരു സൂറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റിയിലാണ് കേട്ടോ. ഏകദേശം ഒരു 1.5-3 മണിക്കൂറിൻ്റെ ട്രെക്കിങ്ങിന് ശേഷം നമ്മൾ ആ ഒരു ടോപ്പ് ഓഫ് സൂറിക്കിൻ്റെ ആ ഒരു സ്ഥലത്തെത്തി. ഈ ഒരു ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. വോ, അടിപൊളിയില്ലേ. ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ടോപ്പ് ഓഫ് സൂറിക്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, ഒരു ചെറിയ കഫേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ എന്തായാലും താഴെ നിന്നിട്ട് നമുക്ക് ആ ഒരു ടോപ്പ് ഓഫ് സൂറിക്ക് കാണാം. യാ മോനെ, അടിപൊളിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. ആ ഒരു ബ്ലൂ വാട്ടർ, കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ട്. ആ കാണുന്ന ബ്ലൂ വാട്ടർ സൂറിക് ലേക്കാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലേക്കാണ്. നമ്മൾ ഇന്നലെ അതിലാണ് സ്വിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഓഫ് സൂറിച്ച് നമ്മുടെ ഇന്നത്തെ സിറ്റി ടൂർ അടിപൊളിയാക്കിയില്ലേ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് 1 o'clock വരെ നമ്മൾ പാർക്കിംഗ് ഉള്ളൂ അവിടെ കാറിൻ്റെ. അപ്പോൾ 11:45 ആയി. 12 ഇവിടുന്ന് ഒരു ട്രെയിൻ തിരിച്ചിട്ടുണ്ട്. ട്രെയിനിന് അങ്ങോട്ടേക്ക് കയറണം, തിരിച്ചു പോകണം. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള പാർക്കിങ്ങിൽ 4 hours മാത്രമേ മാക്സിമം നമുക്കൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മോർണിംഗ് 9 o'clock പാർക്കിംഗ് ഇട്ടിട്ടുള്ളതാണ്. 1 o'clock തീരും. അതിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഇന്നത്തെ സിറ്റി ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റേഷന് ഓൾമോസ്റ്റ് എത്തി കേട്ടോ. കണ്ടോ, അടുത്ത് നമ്മളാണ് ഇറങ്ങുന്നത്. കൂടെ നടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ട്രാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ട്രാം സ്റ്റേഷനിലേക്ക് നമ്മൾ അവിടെ
സൂറിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ട്രാം സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നമ്മുടെ സിറ്റി ടൂർ കഴിഞ്ഞു. എന്താ അല്ലേ, എന്തെല്ലാം ബ്രാൻഡ്സാണ് നമ്മൾ കണ്ടത്. മാഷാഅല്ലാഹ്, അടിപൊളി സിറ്റി. ഇത്രയധികം ബൈക്കേഴ്സിനും പെഡസ്ട്രിയൻസിനും ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റി. ട്രാം പോലും സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകൾ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന സമയത്ത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി മാഷാഅല്ലാഹ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി പ്ലാനുകൾ ചെയ്യാം. ഈ ടൂറൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചാടി വന്നതായിരുന്നു. ഫൈൻ കിട്ടി ഗൈസ്, ഫൈൻ കിട്ടി. അപ്പോൾ അവര് ഫൈന് നമ്മൾ വന്നപ്പോൾ വണ്ടിൻ്റെ പുറത്ത് ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട്, ഒരു ബാർകോഡൊക്കെ ഉള്ള QR കോഡൊക്കെ ഉള്ള ഒരു പേപ്പർ. അതിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അതിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുന്നത് 2 hours കൂടുതൽ പാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ പാർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഓൺലൈൻ വഴി, അത് സക്സസ് ആയിട്ടില്ല തോന്നുന്നു. അത് 2 കമൻസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം UAE 350 ദിർഹംസ് 80 ഫ്രാങ്ക്സ് ആണ് നമ്മുടെ ഫൈൻ. നമുക്കിപ്പോൾ ഫൈനിൻ്റെ മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക പറ്റുന്നില്ല. നമ്മുടെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ വണ്ടികളായി. നമ്മളെ ഈ ഒരു പാർക്കിങ്ങിൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുള്ളായിരുന്നു കാക്കു. ഇനിയിപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡത്തെ വണ്ടി പോകണം. നമ്മൾ വലിയ വണ്ടിയല്ലേ, ഇവിടെ പാർക്കിംഗ് തിരിഞ്ഞ് കിട്ടൂല. ഫൈനിൻ്റെ പേപ്പർ ഒന്ന് കാണിക്കുക. കിട്ടി മക്കളെ, കിട്ടി. ഇവിടെ വന്നിട്ട് യൂറോപ്പിൽ വന്നിട്ട് ഒരു ഫൈൻ കിട്ടിയില്ല എന്നുള്ള ആ ഒരു വിഷമം വേണ്ട. അപ്പം ഇതാണ് അവരുടെ ഫൈൻ. നല്ല സ്റ്റാൻഡേർഡാണ്, പോകാൻ പറ്റും. വെയിറ്റ് ആക്കണം. പോലീസ് ഫുള്ള് പാട്രോളിങ് ആട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് പോലീസൊന്നും നീറ്റിട്ടുണ്ടായിരുന്നില്ല. അത് ക്യാമ്പർ വാൻസൊക്കെ വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ 9 മണിക്കല്ലേ പാർക്കിംഗ് ഇട്ടത്. നമ്മൾ ഇന്നലെ രാത്രി 1 മണിക്കൂർ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ അതടക്കം കൂട്ടിയിട്ടാണ് ടോട്ടൽ 4 hour ഇവിടെ. അപ്പം ഇന്നത്തെ തൊട്ടിട്ടല്ല അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട്. ഇനിയിപ്പോൾ ഇന്നലെയാണ് ഇന്നാണ്. അപ്പം അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഫീ വരുന്നത്. നമ്മൾ 1 മണിയായപ്പോത്തിന് ഓടിക്കതിച്ച് വന്നു. പിന്നെ അതല്ല, ഇവിടെ മെഷീനിൽ എഴുതിയിട്ടുള്ളത് മാക്സിമം 4 hour എന്നാണ്. പക്ഷെ പോലീസിന് ഫൈനൽ എഴുതിയുള്ള മാക്സിമം ഇവിടെ 2 hour അലൗഡ് ഉള്ളതാണ്. അപ്പം നമ്മൾ മാക്സിമം 4 hour ഉണ്ട് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. രക്ഷയില്ല, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈന് കിട്ടി. പക്ഷെ നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റൈറ്റിലും ലെഫ്റ്റിലും വണ്ടികളാണ്. റൈറ്റിലൊരു കാറ്, ലെഫ്റ്റിലെ തൊട്ടപ്പുറത്തൊരു കാറ്, ഫ്രണ്ടിലൊരു കാറ്. ഇത് ചെറിയ പാർക്കിംഗ് ആണ്. ഈ പാർക്കിങ്ങിൽ നമ്മൾ കുത്തി കൊള്ളിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുന്ന് എടുക്കാൻ ഒരു മാർഗമില്ല. ഫൈൻ കിട്ടിയ വിഷമം നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാണ്. ലെഗ് പീസ് നമുക്ക് കാക്കൂന് കൊടുക്കാം. ഫൈന് കിട്ടിയ വിഷമത്തില്. ഫൈൻ കിട്ടിയില്ലെങ്കിൽ വിഷമത്തിൽ ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് പോകാൻ പറ്റും. ഇതൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞുള്ളതാണ് ഫൈനായിട്ടില്ലൊക്കെ. നമ്മൾ പഠിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ട ഇവിടെ വരെ വന്നിട്ട്. അങ്ങനെ സൂറിച്ചെന്ന് നമ്മള് പോവാണ് കേട്ടോ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ സൈഡിലുള്ള പെണ്ണ് വന്ന് എടുത്ത് പോയി. അപ്പം നമ്മൾ പോവാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ആ ലേഡി സൂറിക് ലേക്കിൽ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ പോകാൻ പറ്റാതെ ഇരിക്കുന്നത് അവൾക്ക് മനസ്സിലായത്. അപ്പോൾ അവളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ കൂടി ആകെ അവൾ വണ്ടി എടുത്ത് ഭയങ്കര സഹകരണമുള്ള ആൾക്കാർ കേട്ടോ. എന്തായാലും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് കാണാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ വണ്ടിയിൽ വെള്ളം ഇല്ല, വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ക്യാമ്പേഴ്സിൻ്റെയും ഈ ലോങ് ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ഒരു പാർക്കിംഗ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് വാഷ്റൂം ഉണ്ട്, അതുപോലെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫില്ല് ചെയ്യാം. കണ്ടോ, ഒരാൾ
നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്, ടോയ്ലറ്റ്, എല്ലാ സൗകര്യവും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്താണ്. നമുക്ക് കുറച്ച് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഫില്ല് ചെയ്യാം. ഇയാളുണ്ടോ ഫില്ല് ചെയ്യുന്നു? ഇത് കണ്ടോ, സ്വിസ് ക്യാമ്പർ ടോയ്ലറ്റ്. ഈ വെള്ളം ഫില്ല് ചെയ്യുന്ന അവിടെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം ഏത് രാജ്യത്തൊക്കെ കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടൗണൊക്കെ കണ്ട് വിട്ടപ്പോൾ ആ ഒരു പഴയ യൂറോപ്യൻ വൈബിലേക്ക് തന്നെ എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമീണ പ്രദേശം റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കോൺ പാടങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോകുന്നത് ചാപ്പൽ ബ്രിഡ്ജ് കാണാനാണ്. യൂറോപ്പിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പഴക്കം കൂടിയ ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ചാപ്പൽ ബ്രിഡ്ജ്. ലുസേൺ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് ഇതുള്ളത്. ഈ കാണുന്നതാണ് ലുസേൺ സിറ്റി. അപ്പോൾ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ.